ശുശ്രൂഷ പുറത്തല്ല, വീടിനകത്താണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. കുടുംബത്തിൽ ശുശ്രൂഷയുണ്ടാകുമ്പോൾ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന്റെ ആരംഭം കുടുംബത്തിലാണ്. ഒരു ചെറിയ കഥ നമുക്ക് പരിചയപ്പെട്ടാലോ? ഒരു കുടുംബം സഭയിൽ വളരെ ആത്മീയന്മാരായിരുന്നു. വചനങ്ങൾ പറഞ്ഞുകൊടുത്തു, മറ്റുള്ളവരെ ഉപദേശിപ്പിച്ചു. പക്ഷെ വീട്ടിൽ കോപം, കടുപ്പം, സ്നേഹക്കുറവ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കുഞ്ഞ് ഒന്ന് ചോദിച്ചു, അപ്പാ, നിങ്ങൾ പറയുന്ന ക്രിസ്തു നമ്മുടെ വീട്ടിൽ എവിടെയാണ്? ആ ചോദ്യം അവരുടെ ഹൃദയത്തിൽ തറച്ചു. വീട്ടിൽ ദൈവം നായകനോ അല്ലെങ്കിൽ നമ്മളോ? വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ജീവിതങ്ങൾ ഒന്നായി ജീവിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുന്നുണ്ടോ? സത്യം പറയട്ടെ, സ്വഭാവം മാറുന്നില്ലെങ്കിൽ ആത്മീയത സത്യമായിട്ടല്ല. പാരമ്പര്യവും മാനുഷികവുമായ സ്വഭാവങ്ങൾ മാറുമ്പോഴാണ് ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന വെളിപ്പെടുന്നത്. കുടുംബങ്ങൾ മാറുമ്പോൾ സഭകൾ മാറുമ്പോൾ ലോകം മാറുന്നു. പരിഹാരം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ആദ്യം നമ്മുടെ വീട്ടിൽ വെളിപ്പെടുത്താം. ഇന്നു മുതൽ മാറ്റം തുടങ്ങട്ടെ. എന്റെ വീട്ടിൽ ഞങ്ങൾ ദൈവത്തിനും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്നുള്ള വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിലും പ്രിയനെ നീ മതി. വേണ്ടായി ലോകയിലും പ്രിയനെ നീ മതി. എന്നും വാഴ്ത്തിപ്പ